To view this video in English, please click the link given above. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്റർ തുടരാം. നമുക്കിനി ഡബിൾ സർക്കുലേഷൻ എന്താണെന്ന് പഠിക്കാം. അതിനു മുൻപ് ഓപ്പൺ സർക്കുലേഷൻ, ക്ലോസ്ഡ് സർക്കുലേഷൻ, സിംഗിൾ സർക്കുലേഷൻ എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞു. അതിലേക്ക് ഞാൻ ഇനി വീണ്ടും കടക്കുന്നില്ല. ഡബിൾ സർക്കുലേഷൻ നിങ്ങൾ ക്ലാസ് 10ൽ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു കാർഡിയാക് സൈക്കിളിൽ 2 സർക്കുലേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് 2 തവണ ഹാർട്ടിലൂടെ കടന്നു പോകുന്നതിനാലാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പേരും കൂടെ പഠിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഹാർട്ടിന് അപ്പർ 2 ചേമ്പേഴ്സ് ഏട്രിയ, ലോവർ 2 ചേമ്പേഴ്സ് വെൻട്രിക്കിൾസ് അല്ലേ. അപ്പോൾ ഈ നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് ആര് കൊണ്ടുപോകും? പൾമണറി ആർട്ടറി. അത് ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഇത് നമ്മുടെ ഹാർട്ടിൽ കൊണ്ടുപോയി അവിടെ ഓക്സിജനേറ്റ് ചെയ്തിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പൾമണറി വെയിൻ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഒരു സർക്കുലേഷൻ കംപ്ലീറ്റ് ആയി അല്ലേ. നമ്മുടെ ഹാർട്ടിൽ നിന്ന് തുടങ്ങി ലങ്സിൽ പോയി തിരിച്ച് ഹാർട്ടിൽ വന്നു. അപ്പോൾ അതൊരു കംപ്ലീറ്റ് സർക്കുലേഷൻ കഴിഞ്ഞു. ആ സർക്കുലേഷനെ പറയുന്ന പേരാണ് പൾമണറി സർക്കുലേഷൻ. പൾമണറി വേർഡ് ലങ്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ പൾമണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ലങ്സിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് സിസ്റ്റമിക് സർക്കുലേഷൻ. അതായത് ഇവിടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പ്യൂർ ബ്ലഡ് നമ്മുടെ ബോഡിയുടെ പല ഓർഗൻസിലേക്ക് പോകുന്നു. എന്താണ് അതിനെ കൊണ്ടുപോകുന്നത്? ഹാർട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് എയോട്ട എന്ന് പറയും, മഹാധമനി. അത് പിന്നീട് ബ്രാഞ്ച് ചെയ്ത് ആർട്ടറീസ് ആകും. ആർട്ടറീസ് വീണ്ടും ബ്രാഞ്ച് ചെയ്ത് ആർട്ടറിയോൾസ് ആവും. ആർട്ടറിയോൾസ് പിന്നെ ഓർഗൻസിനകത്ത് കയറിയിട്ട് ഫൈൻ ബ്രാഞ്ചസ് ആകുമ്പോൾ നമ്മൾ അതിനെ കാപ്പിലറീസ് എന്ന് പറയുന്നു. ഈ കാപ്പിലറീസ് പിന്നീട് അവിടെ നിന്നാണ് നമ്മുടെ ന്യൂട്രിയൻസും ഓക്സിജനും വേസ്റ്റും എല്ലാം എക്സ്ചേഞ്ച് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് ഈ കാപ്പിലറീസ് വെയിനായിട്ട് പുറത്തു വരും. ഈ വെയിൻ അല്ലെങ്കിൽ വെന്യൂൾസ് ആയിട്ട്, ഈ വെന്യൂൾസ് ചേർന്ന് വെയിൻസ് ഉണ്ടാകും. ഈ വെയിൻസ് എല്ലാം കൂടെ കൂടി ചേർന്ന് വീന ക്യാവ ഉണ്ടാകും അല്ലെ. സുപ്പീരിയർ അല്ലെങ്കിൽ ഇൻഫീരിയർ വീന ക്യാവ. അങ്ങനെ അവർ വന്നിട്ട് റൈറ്റ് ഏട്രിയത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഒരു സർക്കുലേഷനായി ബിറ്റ്വീൻ ഹാർട്ട് ആൻഡ് ഓർഗൻസ്, പല ഓർഗൻസ് ആകാം. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. സിസ്റ്റമാറ്റിക് അല്ല, സിസ്റ്റമിക് സർക്കുലേഷൻ. അങ്ങനെ പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും ചേരുമ്പോഴാണ് നമ്മളതിനെ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഈ 2 സർക്കുലേഷൻ്റെ പേര് വ്യക്തമായിട്ടും എഴുതിയിരിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള കണക്ഷനാണ്. അതിനെ പറയുന്ന പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 ഓർഗനെ മാത്രം കണക്ട് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഹെപ്പാറ്റിക് എന്ന വേർഡ് ലിവറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കരളിൻ്റെ സെൽസിനെ ഹെപ്പാറ്റിക് സെൽസ് എന്ന് പറയും. ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ആണ് കരളിൻ്റെ ലോബ്സ്. അങ്ങനെ നമ്മുടെ ഹെപ്പാറ്റിക് എന്നാൽ കരളിനെ സംബന്ധിച്ചതാണ്. അപ്പോൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുകുടലിൽ നിന്ന് ഭക്ഷണമെല്ലാം ആഗിരണം ചെയ്യില്ല, ന്യൂട്രിയൻസ്. ആ ആഗിരണം ചെയ്യുന്ന ഗ്ലൂക്കോസിനെ നേരിട്ട് നമ്മുടെ ലിവറിലേക്ക് എത്തിക്കാനായിട്ട് അവർ തമ്മിലൊരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റമിക് സർക്കുലേഷനിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്ലൂക്കോസിനെ നേരെ ലിവറിൽ എത്തിച്ച് നമുക്ക് ഗ്ലൈക്കോജനായിട്ട് മാറ്റുന്നു. ഇനി അതുകൂടാതെ നമ്മൾ ഫ്രോക്സ് പഠിക്കുമ്പോൾ ഇനി പഠിക്കും, ഈ ഫ്രോക്സിൽ ഈ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം കൂടാതെ ഒരു റീനൽ പോർട്ടൽ സിസ്റ്റം കൂടിയുണ്ട്. റീനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കിഡ്നി അല്ലേ. അപ്പോൾ കിഡ്നിയും ഇൻഡസ്റ്റൈനും തമ്മിലുള്ള കണക്ഷനാണ് റീനൽ പോർട്ടൽ സിസ്റ്റം. ഓർക്കണേ, അത് ഫ്രോഗിനാണ്, നമുക്കല്ല. നമുക്ക് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കാരണം ഇത് ഒരു യുണീക്ക് കണക്ഷൻ ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഗനാണ് അല്ലേ. കാരണം അത് ജനിക്കുമ്പോൾ മുതൽ ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്നു. ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും പാവത്തിന് കഴിയില്ല. അപ്പോൾ കറക്റ്റ് ബ്ലഡ് സപ്ലൈ എൻഷുർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നല്ല ബ്ലഡ് കൊടുക്കണം, അതിലൂടെ ഓക്സിജൻ എത്തിക്കണം, ന്യൂട്രിയൻസ് കറക്റ്റ് എത്തിക്കണം, വേസ്റ്റ് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ഒരു സർവീസ് അവിടെ നടത്തുന്നുണ്ട്. ബ്ലഡ് കൊടുക്കാനും തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു കൊറോണറി ആർട്ടറി സിസ്റ്റം ഉണ്ട്. കൊറോണറി സിസ്റ്റം എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ മസിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.